അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൗദി അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, സൗദി എംബസി ചെയ്യണോ, സൗദി അപ്പോസ്റ്റൽ ചെയ്യണോ, എന്താണ് സൗദി അപ്പോസ്റ്റൽ, നോർമൽ അപ്പോസ്റ്റൽ ചെയ്താൽ മതിയോ അങ്ങനെയുള്ളൊരു ഫുൾ കൺഫ്യൂഷനിലായിരിക്കും ആൾക്കാർ നിൽക്കുന്നത്. നമുക്കൊരു ക്ലാരിറ്റി ഈ ഒരു ക്ലാരിറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടും കാണണം, സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ സൗദി അപ്പോസ്റ്റൽ എന്ന് പറയുമ്പോൾ സൗദിയെ ഹേഗ് കൺട്രീസിൽ ഉൾപ്പെടുത്തിയതിന് ശേഷമാണ് സൗദി ഒരു ഇസ്ലാമിക് ഒരു ഗൾഫ് കൺട്രിയാണ്. അപ്പോൾ സൗദിയുടെ എംബസി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എംബസി അറ്റസ്റ്റേഷൻ മാറ്റി അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ കൊണ്ടുവന്നത്. അതിൻ്റെ റീസണാണ് സൗദി ബിലോങ്സ് ടു ഹേഗ് കൺട്രി ലിസ്റ്റ്. അപ്പോൾ ഹേഗ് കൺട്രീസിൽ വരുന്ന ഒന്നാണ് നേരത്തെ ഉള്ളതാണ് ഒമാൻ. അപ്പോൾ അതുപോലെ ഇപ്പോൾ സൗദിയും ഒരു ഗൾഫ് കൺട്രി അതിലായിട്ടുണ്ട്. അപ്പോൾ ഈ സൗദി അപ്പോസ്റ്റലിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പറയാം. 3 ടൈപ്പ് ഡോക്യുമെന്റ്സ് ആണ് വരുന്നത്. ഒന്ന് എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ്, ഒന്ന് നോൺ എഡ്യൂക്കേഷൻ, പിന്നെ കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ്സ്. അതെ. അപ്പോൾ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് ആണെങ്കിൽ നേരത്തെ ഞങ്ങൾ വലിയ പ്രോസസ്സായിരുന്നു. സൗദി കൾച്ചർ ചെയ്തിട്ട് സൗദി എംബസി ചെയ്യണം. അപ്പോൾ അത് നല്ല ടൈം കൺസ്യൂമിങ് പ്രോസസ്സായിരുന്നു. മിനിമം 3 months 1 year ഒക്കെ എടുത്ത് കേസുകളുണ്ട്. ഓക്കെ. അപ്പോൾ മിനിമം 3 months എന്തായാലും എടുക്കുമായിരുന്നു സൗദി കൾച്ചർ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത് വന്നിട്ട്. ഇപ്പോൾ നമുക്ക് ഫുൾ ഈസിയാണ് സൗദി അപ്പോസ്റ്റലിൻ്റെ അണ്ടറിലോട്ട് വന്നപ്പോൾ. ഓക്കെ. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് വരുമ്പോൾ മെയിൻ HRD മാൻഡേറ്ററി ആണ് സൗദി അപ്പോസ്റ്റലിന് വേണ്ടിയിട്ട്. HRD കേരളത്തിൽ നിന്ന് ഇഷ്യൂ ചെയ്താണെന്നുണ്ടെങ്കിൽ നോർക്ക വഴിയാണ് ചെയ്യേണ്ടത്. നോർക്ക MEA സൗദി അപ്പോസ്റ്റൽ. അല്ലാന്നുണ്ടെങ്കിൽ അതർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതാ സ്റ്റേറ്റ് അവിടുത്തെ HRD MEA സൗദി അപ്പോസ്റ്റൽ. അതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. നോൺ എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, ബർത്ത്, പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, PCC, ഇതൊക്കെയാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അതാകുമ്പോൾ നമുക്ക് ഹോം അറ്റസ്റ്റേഷൻ ചെയ്യാം. കേരള ആണെന്നുണ്ടെങ്കിൽ കേരള ഹോം, തമിഴ്നാടു ആണെങ്കിൽ തമിഴ്നാടു ഹോം, കർണാടക ആണെങ്കിൽ അങ്ങനെ ഏത് സ്റ്റേറ്റ് ആണോ ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്ത് ആ സ്റ്റേറ്റിലുള്ള ഹോം ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഹോം അല്ലെങ്കിൽ SDM, അത് ഈതർ ഓപ്ഷനാണ് വരുന്നത്. പിന്നെ സെക്കൻഡ് അതിന്റെ സ്റ്റേജ് വരുന്നതാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. ഫൈനലി ഇതിന്റെ സൗദിയുടെ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ. സൗദി അപ്പോസ്റ്റലിൽ ഒരു സൗദി അപ്പോസ്റ്റലിന്റെ ഒരു പ്രത്യേകത, ഒരു QR കോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എടുത്ത് പറയാനുള്ളത്. ഓക്കെ. വേറെ അതിൽ പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇത് കുറേയും കൂടെ ഈസിയായി. മറ്റേത് എംബസി അറ്റസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ ഡോക്യുമെന്റ്സ് കിട്ടില്ല, ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള മൈഗ്രേഷനൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവർക്ക് ഇത് കിട്ടാതെ വരുമ്പം, എസ്പെഷ്യലി സൗദി ഈസ് എ വെരി സ്ട്രിക്റ്റ് ആൻഡ് ഒത്തിരി റൂൾസ് ഉള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഡോക്യുമെന്റ്സ് അറ്റസ്റ്റഡ് ആയിരിക്കണം, അത് അവിടെ ഒറിജിനൽസ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു മാൻഡേറ്ററി റൂളാണ്. സൗദി പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം, നോർമൽ അപ്പോസ്റ്റൽ ചെയ്യരുത്, QR ഉള്ള അപ്പോസ്റ്റൽ തന്നെയാണ്. അതിനാണ് സൗദി അപ്പോസ്റ്റൽ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ QR ഉള്ള അപ്പോസ്റ്റൽ തന്നെ ചെയ്ത് മാൻഡേറ്ററി ആയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ സൗദിയിൽ നോർമൽ അപ്പോസ്റ്റൽ അക്സെപ്റ്റബിൾ അല്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ്സ് ആണ്. അതും അപ്പോസ്റ്റലിന്റെ അറ്റസ്റ്റേഷൻ തന്നെ കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ്സിലും ചെയ്യാം. പിന്നെ അത് കൊമേഴ്ഷ്യൽ നമുക്ക് അധികം ഈ സൗദി അപ്പോസ്റ്റലിൽ കൊമേഴ്ഷ്യൽ അങ്ങനെ വരുന്നില്ല കൂടുതലായിട്ടും. നമുക്ക് ഒത്തിരി വരുന്നത് എഡ്യൂക്കേഷണൽ ആൻഡ് നോൺ എഡ്യൂക്കേഷണൽ ആണ്. ഒരു 15 വർക്കിംഗ് ഡേയ്സിലൊക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. അത് വാട്സപ്പ് ഓർ കോൾ ഞങ്ങൾ 24/7 അവൈലബിൾ ആണ്. കോൾ സപ്പോർട്ട് മോർണിംഗ് 9 to 5:30 വരെ. വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ചാറ്റ് ബോട്ട് 24/7 ഉണ്ട്. നിങ്ങൾക്ക് എനി ടൈം സപ്പോർട്ട്. അതെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ വിട്ടു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മൈഗ്രേഷനായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് ഒരുപാട് ഡൗട്ട് കാണും. സൗദിയിലൊക്കെ പോകുന്നവർക്ക് എന്ത് ചെയ്യണം, എവിടെ ഡോക്യുമെന്റ്സ് കൊടുക്കണം, സേഫ്റ്റി ആയിരിക്കും, ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് ഒറിജിനൽ ഡോക്യുമെന്റ്സ്. അപ്പോൾ ട്രൂവേയുടെ ഈ ഒരു യൂട്യൂബ് ചാനലും കൂടെ നിങ്ങൾ അവർക്ക് ഈ പേജും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് ഇനി എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഓക്കെ. താങ്ക് യു. ബൈ.